Hello guys, welcome to Real Gaffer Talks. Guys, നമ്മളിന്ന് പറയാൻ പോകുന്നത് ഗിരീഷ് ഷേഡി സംവിധാനം ചെയ്ത സിനിമ ബെത്ലഹേം കുടുംബ യൂണിറ്റ്. എന്താ പടം ഗൈസ്! ഗിരീഷ് ഷേഡി ചിത്രം ബെത്ലഹേം കുടുംബ യൂണിറ്റ്, അൾട്ടിമേറ്റ് ഫീൽ ഗുഡ് ഫാമിലി എൻ്റർടൈനർ. അല്ല വേറൊന്നും പറയല്ല ഗൈസ്. നമ്മൾ കണ്ടു മറന്ന കഥകളൊക്കെ ആയിരിക്കും, പക്ഷെ ആ വേറൊരു ക്യാൻവാസിൽ നീമ്പോളി അവതരിപ്പിക്കുമ്പോൾ അത് കിടിലമായിട്ടുണ്ട്. സംഭവം പെടയായിട്ടുണ്ട് ഇപ്പറ. അതായത് നിവിൻ പോളി എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു നാട്ടിൻപ്രദേശത്ത് അത്യാവശ്യം ആൾക്കാരൊക്കെ അറിയാവുന്നുള്ള ഒരു കാറ്ററിംഗ് സർവീസൊക്കെ നടത്തുന്ന അത്യാവശ്യം നല്ല ഏജ്ഡ് ആയിട്ടുള്ള ഒരു ജസ്റ്റിൻ എന്നുള്ള കഥാപാത്രമാണ് നമ്മളെ നിവിൻ പോളി ചെയ്തിരിക്കുന്നത്. നമ്മുടെ റോഷനായിട്ട് ക്ലിൻസനായിട്ട് റോഷൻ, എൻ്റെ മോനെ ക്ലിൻസൺ ഒരു രക്ഷയില്ല. പിന്നെ നമ്മളെ ചൂരിൽ നിന്ന് ഷമീർ, പിന്നെ അങ്ങനെ ഒരു വലിയൊരു ടീമാണ് നമ്മളെ കാറ്ററിംഗ് സർവീസിന് മാത്രം നമ്മളെ നിവിൻ പോളി ജസ്റ്റിൻ എന്ന കഥാപാത്രത്തിൻ്റെ കൂടെ ഉണ്ട് സപ്പോർട്ടിങ് ആയിട്ട്. അത് കിടിലം പരിപാടി. ചൂരിൽ നിന്ന് വന്ന ഷമീർ എന്ന് പറഞ്ഞാൽ നിന്നുകൊണ്ട് കോമഡി ഇങ്ങനെ അടിച്ചു വിട്ടിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചിരി പൊട്ടിപ്പിക്കും. സിമ്പിളായിട്ട് പുച്ഛിച്ചു വിടുന്ന സാധനങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് ഇങ്ങോട്ട് ചിരി വരും. അങ്ങനെ സാധനം. റോഷൻ എന്ന് പറഞ്ഞാൽ അവൻ വേറെ മീറ്ററിൽ കിടന്ന് കളിക്കുന്നു. സംഗീത് പ്രതാപൻ നമ്മുടെ നീമ്പോളിയിലെ അനിയനായിട്ട് അഭിനയിക്കുന്നു. ജോയൽ എന്ന കഥാപാത്രം ആയിട്ടാണ് അഭിനയിക്കുന്നത്. ഒരു സിനിമാ മോഹി, ഒരു ഷോർട്ട് ഫിലിമൊക്കെ പിടിച്ച് സിനിമയിൽ കയറണം എന്നുള്ള ഒരു അങ്കമാലിക്കാരൻ ആയിട്ടാണ് അഭിനയിക്കുന്നത്. സുരേഷ് കൃഷ്ണ കിട്ടില്ല കഥാപാത്രം. അത് ഇവരോട് കാറ്ററിംഗ് സർവീസിൽ ഒപ്പമുള്ള ഒരു മൂത്താപ്പ എന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ ആളുടെ ഒരു കോളേജ് സീനിനകത്ത് കിടന്ന് ഇങ്ങനെ ഓടുന്ന ഒരു സീനുണ്ട്. ഓടിയിട്ട് എടുത്ത് ജമ്പ് അടിക്കും. നമ്മളെ മറ്റേ ലാലേട്ടൻ നമ്മുടെ തുടരും സിനിമയ്ക്കകത്ത് അഭിനയിച്ച പോലെ ഒരു ജമ്പ് അടിക്കുമല്ലോ, ഒറ്റ കൈയുണ്ട്. ആ പരിപാടി ചെയ്തതിനു ശേഷം വൻ കൈയടി. അതിന് ശേഷം ഒരു സീനുണ്ട് അതാണ് മൊത്തം കോമഡി. അങ്ങനെ നമ്മൾ വേറെ മീറ്ററിൽ നമ്മളെ കൊണ്ടുപോവാണ്. ചില കോമഡികളൊക്കെ ചിലപ്പം ഡയലോഗ് അടിച്ചുള്ള കോമഡികളൊക്കെ ചില ആൾക്കാർക്ക് അങ്ങ് വർക്കൗട്ട് ആയില്ലെങ്കിലും, പക്ഷെ ഇതിനകത്തുള്ള ചെറിയ ജസ്റ്റേഴ്സും അങ്ങനത്തെ കുറേ ഫണ്ണുണ്ട്. ഒരു സിറ്റുവേഷൻ കോമഡീസ് ഉണ്ട് ഇതിനകത്ത്. ആ സിറ്റുവേഷൻ കോമഡിയൊക്കെ ഒരു രക്ഷയില്ല. എനിക്ക് ഭയങ്കരമായിട്ട് കണക്റ്റ് ആവാൻ കഴിഞ്ഞു. കാര്യം നമ്മുടെ ഒരു മീറ്ററിൽ കണക്റ്റ് ആവാൻ കഴിഞ്ഞു. ഇതിനകത്ത് എനിക്ക് എടുത്തു പറയാനുള്ള മറ്റേ ക്ലിക്സൺ എന്ന് പറഞ്ഞാൽ നമ്മളെ റോഷൻ, അതായത് ആവേശത്തിലൊക്കെ അഭിനയിച്ച നമ്മൾ റോഷൻ എന്നെ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ ഒരു രക്ഷയില്ല. അവൻ കൊടുത്ത കഥാപാത്രം അവൻ കൃത്യമായിട്ട് കൊണ്ടെത്തിച്ചത്. ഓവറാക്കിയില്ല, താത്തിയുമില്ല, സിമ്പിളായിട്ട് കാര്യങ്ങൾ ചെയ്തു. ആ റോഷൻ അടിപൊളി, ഒരു രക്ഷയില്ല. ഏത് സിനിമയിൽ നമുക്ക് എടുത്തുകൊണ്ട് വയ്ക്കാം. അങ്ങനത്തെ ഒരു ആക്ടർ. ബൈജുവിനെ പറ്റി പറയുകയാണെങ്കിൽ, മമത ബൈജു കുറേയൊക്കെ തമിഴ് സിനിമയിൽ പോയി, ജനനായകൻ, അങ്ങനെ കുറേ പടങ്ങളിൽ പോയി ഭയങ്കര ക്യൂട്ട്നെസ് വാരി വിതറി, എന്താ പറയുക, ക്യൂട്ട്നെസ്സൊക്കെ വാരി വിതറിയിട്ട് നമ്മളെ വെറുപ്പിച്ച് കുറേ ലാസ്റ്റ് പടം സൂര്യയുടെ പടത്തിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ പോയി. ഇതിനകത്തോട്ട് വന്നപ്പം എല്ലാം ഉപേക്ഷിച്ചിട്ട് മര്യാദയ്ക്ക് കാര്യങ്ങൾ വെടുപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി. മമിത ബൈജു എനിക്കൊന്ന് പ്രേമലുവിനെക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ സിനിമയ്ക്കകത്താണ്. ആഷ്ലി എന്ന കഥാപാത്രമായിട്ടാണ് മമിത ബൈജു വരുന്നത്. നമ്മുടെ നാട്ടിൻപുറത്തുള്ള സാധാരണ ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിക്ക് തോന്നാവുന്ന ഒരു ഇഷ്ടം ജസ്റ്റിനോട് ഉണ്ടാവുന്നു. അവർ തമ്മിലുള്ള ഏജ് ഡിഫറൻസ് വളരെ എന്ന് പറഞ്ഞാൽ ഒരു 10 വയസ്സ് ഡിഫറൻസ് മിനിമം അവർ തമ്മിലുണ്ട്. അവിടെ നിന്നുണ്ടാവുന്ന കുറേ കഥയൊക്കെയാണ് ഇതിൻ്റെ ഒരു ബേസ് പ്ലോട്ട്. മമിത ബൈജുവിൻ്റെ അമ്മയുടെ അനിയനായിട്ട് അഭിനയിക്കുന്നതാണ് വിനയ് ഫോർട്ട്. ശരിക്കും പറഞ്ഞാൽ വന്ന് ലാസ്റ്റ് പോർഷനിൽ കലക്കി തൂത്തുവാരിയിട്ട് പോയി. എന്താ പറയുക, കലക്കി തൂത്തുവാരിയിട്ട് നമ്മളെ വിനയ് ഫോർട്ട് പോയി. അത്രയ്ക്ക് കിടിലമായിട്ട് വിനയ് ഫോർട്ട് വന്നിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ല. ഒരു ചൊറിയൻ മാമ എന്നൊക്കെ പറയൂലേ,
അത്രയ്ക്ക് നല്ല കിടിലായിട്ട് അഭിനയിച്ചിട്ട് തന്നെ പോയി. നമ്മളെ ശ്യാം മോഹൻ ജസ്റ്റ് കിഡിങ് മറ്റേ നമ്മളെ പ്രേമലൂരിലൊക്കെ അഭിനയിച്ച അയാൾ ഇതിനകത്ത് അഭിനയിക്കുന്നുണ്ട്. കിഡിൽ ഒരു കാന്താരൊക്കെ ഒരു മീറ്ററിലൊക്കെ വെച്ച് ലാസ്റ്റ് ഒരു സ്റ്റണ്ടുണ്ട്. അത് വൻ കോമഡി എന്ന് പറഞ്ഞാൽ അമ്മാതിരി കോമഡി. പിന്നെ ഇയാളെ ക്യാരക്ടറൈസേഷൻ വേറൊരു ലെവൽ ഓഫ് ക്യാരക്ടറൈസേഷൻ. ഈ നാട്ടുപ്രദേശത്തൊക്കെ കാണാറുള്ള ആൾക്കാരെ മൊത്തത്തിൽ അങ്ങോട്ട് സിനിമയ്ക്കകത്ത് മാക്സിമം നമ്മളെ ഗിരീഷ് ഏടി കൊണ്ടുവന്നിട്ടുണ്ട്. നാട്ടുമ്പുറത്ത് ആൾക്കാരിൽ കാണാവുന്ന കഥാപാത്രങ്ങൾ, കിളി പോയവൻ, കിളി പോവാത്തവൻ, അങ്ങനെ നിരവധി വട്ട് പിടിച്ചവൻ, നോർമലായിട്ടുള്ളവൻ, അബ്നോർമലായിട്ടുള്ളവൻ, അങ്ങനെ ഉള്ള എല്ലാ സാധനത്തിനെയും ഈ സിനിമയ്ക്കകത്ത് കോർത്തിണക്കിയപ്പോൾ ഓരോ ആൾക്കാരെ കഥാപാത്രങ്ങളുടെ ഡിഫറൻസ് ആണ് നമുക്ക് കൂടുതൽ സിനിമയെ എൻഗേജിങ് ആക്കിയത്. ജസ്റ്റിൻ എന്ന കഥാപാത്രത്തിന് ഒരു ക്യാരക്ടറൈസേഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മളെ സംഗീതിന്, അതായത് നമ്മൾ ജോയലായിട്ട് അഭിനയിക്കുന്നതിന് ഒരു ക്യാരക്ടറൈസേഷൻ, ആഷ്ലി എന്ന് പറയുന്ന കഥാപാത്രത്തിന് ഒരു ക്യാരക്ടറൈസേഷൻ ഉണ്ട്. അതേപോലെ നമ്മളെ സുരേഷ് കൃഷ്ണ അഭിനയിക്കുന്ന ഒരു കഥാപാത്രത്തിന് ഒരു മൂത്താപ്പ ഷെയ്ഡുണ്ട്. അങ്ങനെ എന്താ പറയുക, മൊത്തത്തിൽ ഒരു ക്ലിസൻ ആയിട്ട് അഭിനയിക്കുന്ന നമ്മുടെ റോഷൻ്റെ കഥാപാത്രം അത് ഗംഭീരമാക്കിയിട്ടുണ്ട്. ഗംഭീരം എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു സീനിൽ നമ്മുടെ മമിത ബൈജു ഒരു കോളേജ് ഫെസ്റ്റിന് ഒരു മ്യൂസിക് പ്ലേ ചെയ്യാൻ വേണ്ടി അന്നത്തെ ദിവസം പരിപാടിയുണ്ട്. അപ്പം എങ്ങനെയാണ് ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയൊരു സിറ്റുവേഷൻ മാത്രമാണ് ഞാൻ പറയുന്നത്. കേൾക്കാൻ താല്പര്യമില്ലാത്തൊന്ന് സ്കിപ്പ് ചെയ്യുക, പക്ഷെ എനിക്കത് പറഞ്ഞേ പറ്റൂ. ആ ഒരു സീനിൽ നമ്മുടെ സംഗീതിൻ്റെ അടുത്ത്, ജോയലിൻ്റെ അടുത്ത് ചോദിക്കും, ആടാ അവളെ വളയ്ക്കാൻ എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞാൽ നീ ഇങ്ങനെ മൈസൂർ പാക്കും മറ്റൊക്കെ കൊണ്ടുകൊടുത്തിട്ട് കാര്യമില്ല, നീ പോയിട്ട് ഒരു ഐഡിയ ചെയ്യും, ഹായ് ആഷ്ലി എന്ന് നീ പോയിട്ട് അവളെ പോയി കണ്ടിട്ട് പെട്ടെന്ന് ഹായ് ആഷ്ലി എന്ന് പറ. അപ്പം ചോദിക്കും, ക്ലിസൻ ചേട്ടൻ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പം ബൈ ബൈ പരിപാടിക്ക് കാണാമെന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ അവിടെ നിന്ന് ബൈ ബൈ എന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ അവിടെ നിന്ന് ഇൻവിസിബിൾ ആയിക്കണം, ഓടിക്കണം. ഈ സാധനം ഏറ്റെന്ന് പറഞ്ഞിട്ട് നേരെ പോയി ആഷ്ലിയെ കണ്ടിട്ട് പറയും, ഹായ് ആഷ്ലി, ക്ലിസൻ ചേട്ടാ എന്താ ഇവിടെ? സംഭവമായിട്ട് അപ്പോൾ കിടന്ന് ഒറ്റ ഓട്ടമുണ്ട്. എൻ്റെ മോനെ, അതിന് ശേഷം സംഭവിക്കുന്ന ഒരു രക്ഷയില്ല. നമ്മുടെ ജസ്റ്റിൻ, അപ്പം പുള്ളിക്ക് എല്ലാം ലോസ്റ്റായിരിക്കുമ്പം ഉള്ളൊരു സീനുണ്ട് കാറിനകത്ത് വെച്ച്, അത് കിട്ടില്ല. അത് അത്രയും മതി, ആ മീറ്ററിൽ പിടിച്ചാൽ മതി. അതാണ് ഗിരീഷ് ഏടി കറക്റ്റ് ചെയ്തത്. കാര്യം ആ കാറിനകത്ത് ജോയലും, അത് അനിയനായിട്ട് അഭിനയിക്കുന്ന സംഗീത്, ജോയലും നീമ്പോളിയും മാത്രമേ ഉള്ളൂ. ഒറ്റ കോൺവെർസേഷൻ അത്രയും മതി. ആ ഒരു ബോണ്ടിങ്, ചേട്ടൻ അനിയൻ എന്നുള്ള ബോണ്ടിങ് ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അത്രേ ഉള്ളൂ. ചിലപ്പം പലർക്കും അത് കണക്ട് ചെയ്യാൻ പറ്റും 100%. അത്രയ്ക്ക് കിട്ടില്ല പറ. ഞാൻ ഇത് കഥയൊക്കെ ഇൻഡപ്തിലോട്ട് ഞാൻ പറയുന്നില്ല. ഇതിനകത്ത് സംഗീത് അടിപൊളി, നമ്മുടെ റോഷൻ അടിപൊളി, പിന്നെ ശ്രദ്ധ അഭിനയിച്ചിട്ടുണ്ട്. ശ്രദ്ധ ഇതിൽ വളരെ ചെറിയൊരു കഥാപാത്രമാണ്, പക്ഷെ രസമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മമിത ബൈജുവിൻ്റെ അമ്മയും അച്ഛനായിട്ട് വരുന്ന അവർ ആ മീറ്ററിൽ കറക്റ്റ് നമ്മളെ ഒരു പെൺകുട്ടിയുടെ അമ്മയും അച്ഛനും ഇങ്ങനെ ആയിരിക്കും. അത് തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് നമ്മുടെ നിവിൻപോളിയുടെ അച്ഛനായിട്ട് അഭിനയിക്കുന്ന നമ്മുടെ വെട്ടിക്കിളി പ്രകാശ്, പുള്ളിയെ പെട്ടെന്ന് നിങ്ങൾക്ക് ഓർക്കണമെങ്കിൽ മറ്റേ സംശയമൊക്കെ ചോദിക്കുന്ന നമ്മുടെ കൊച്ചു സന്തോഷങ്ങളല്ലേ, അതിൽ മറ്റേ ഫോട്ടോഗ്രാഫറായിട്ട് വരുമ്പോൾ ജയറാമിൻ്റെ ഒരു സംശയം, എനിക്കൊരു സംശയം ഉണ്ടെന്ന് പറയില്ലേ, പുള്ളി എൻ്റെ മോനെ, പുള്ളി കുറേ നാളായിട്ട് ചെറിയ നല്ല ക്യാരക്ടർ റോളായിട്ട് വന്ന് നമ്മളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുത്തിയിട്ട് അങ്ങ് പോകും. കിഡിലുമായിട്ട് വെട്ടിക്കിളി പ്രകാശ് കിഡിലുമായിട്ട് അഭിനയിച്ചു, ഒരു രക്ഷയില്ല. പുള്ളി അച്ഛനായിട്ടാണ് നമ്മുടെ ജസ്റ്റിൻ എന്ന നീമ്പോളി കഥാപാത്രത്തിന് കൂടെ അഭിനയിക്കുന്നത്. കിഡിലൊരു അച്ഛനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സംഭവം കൊള്ളാം. നിവിൻപോളിക്ക് നമ്മളും ആഗ്രഹിച്ചിട്ടുണ്ട്, നിവിൻപോളിക്ക് ഒരു കംബാക്ക് വരണം. അതായത് പ്രേമത്തിലൊക്കെ നമുക്ക് കിട്ടിയ ഒരു ഫീലില്ലേ, അത് ഒരു ചിലപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അന്ന് പ്രേമം ഇറങ്ങിയപ്പം ഉണ്ടായ ഒരു ഓളം ഈ ബദ്ലേം യൂണിറ്റ് ഇറങ്ങുമ്പോൾ ഉറപ്പായിട്ടുണ്ടാവും. അത് ആ ജനറേഷൻ കിടക്കുന്ന ആ ജനറേഷൻ ഇല്ലേ, ആ ജനറേഷൻ മൊത്തം കുട്ടികളും ഫാമിലിയൊക്കെ ആയിട്ട് അന്ന് പ്രേമം 2015 കണ്ട ആൾക്കാർ മൊത്തം ഫാമിലി ആയിട്ട് അടിച്ചു കയറി ആ ജനറേഷൻ മൊത്തം കയറിക്കുള്ളൂ. അവരൊറ്റ ടീം മതി ഈ പടം വേറെ ലെവലിലെത്തിക്കാൻ. അത് 100% ഞാൻ പറയാം. അന്ന് 2015 ക്യൂ നിന്ന ചെക്കന്മാർ മൊത്തം അടിച്ച് ഈ 2026 കയറി പടത്തിനെ ഹിറ്റാക്കി കിട്ടും. അതായത് നല്ലത് ചെയ്താൽ നല്ലതെന്ന് പറയണം. ഈ റീസെൻ്റായിട്ട് ഫാമിലി ഓറിയൻറ്റഡ് മൂവീസ് വളരെ കുറവാണ് ഇറങ്ങുന്നത്. ഇറങ്ങിയാൽ കൂടിയും
നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റത്തില്ല. ഇത് നമുക്ക് മോശമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഫാമിലി ആയിട്ട് 100% നിങ്ങൾക്ക് കുടുംബവും കുട്ടികളൊക്കെ ആയിട്ട് 100% ഫാമിലി എൻ്റർടൈനറാണ്. ഇപ്പോൾ പോയി കാണാം. ഒരു കിടിലം എന്താ പറയുക ഇതിനകത്ത് നിങ്ങൾ ചിലപ്പോൾ സിനിമോട്ടോഗ്രാഫിയെ കുറിച്ച് ഒന്നും ഓർക്കത്തില്ല. സിനിമോട്ടോഗ്രാഫി നിങ്ങൾ ഓർക്കത്തില്ല, എഡിറ്റർ ആരെന്നും കൂടെ ഓർക്കത്തില്ല. എഡിറ്റിങ് കിടിലം ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് ഒരിടത്തും ഒരു ലാഗ് ഇല്ലാത്ത രീതിയിൽ കൃത്യമായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് പടം പൊയ്ക്കൊണ്ടിരിക്കുന്ന ഫ്ലോ, ഇതിൻ്റെ എഡിറ്റർ പ്രത്യേകിച്ച് എനിക്ക് പറയാനുണ്ട്. ഇതിൻ്റെ പടം കൃത്യമായിട്ടിരിക്കുന്ന ഫ്ലോ, ഒരു കട്ട്സ് പോലും നമുക്ക് ജമ്പ് അടിക്കാതെ, കൃത്യമായിട്ട് കുറേ ക്ലോസപ്പൊക്കെ എടുത്ത് വയ്ക്കാതെ, കൃത്യമായിട്ട് ആ എഡിറ്റിങ്ങിൽ നല്ല കിടിലമായിട്ട് പിടിച്ചിട്ടുണ്ട്. അതെന്താ പറയാന്ന് വെച്ചാൽ, ഓണത്തിന് കൃത്യം സാധനം ഗിരീഷ് ഏടി ആൻഡ് ഭാവന പ്രൊഡക്ഷൻസ് കൃത്യമായിട്ട് ആൾക്കാരിൽ കൊണ്ടെത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തിയേറ്റർ ഒടുക്കത്തെ ബുക്കിംഗ് ആയിരിക്കും. വിത്തിൻ 1 വീക്ക് ഹൗസ്ഫുള്ളായിട്ട്, കൃത്യമായിട്ട് ഓണം സമയത്ത് ഫുള്ള് ഹൗസ്ഫുള്ളായിരിക്കും. അതുകൊണ്ട് പ്രീ ബുക്ക് ചെയ്തോ ടിക്കറ്റുകൾ. കാര്യം ചില ആൾക്കാർക്ക് ഒന്നിൽ കൂടുതൽ തവണ കാണാൻ സാധ്യതയുള്ളൊരു സിനിമ. ഫാമിലിയുള്ള എല്ലാവരെയും കൊണ്ട് നമുക്ക് സിനിമ കാണിക്കാൻ പറ്റും. അത്രയ്ക്ക് ഇടിലം പടം. ഇതിനകത്ത് വേറൊരു പരിപാടികളുമില്ല. മാക്സിമം എൻജോയ് ചെയ്യാം. മാക്സിമം ഫാമിലിയെ മൊത്തത്തിൽ കൊണ്ട് ഓണത്തിന് 100% പോയി കണ്ടാൽ വർത്തായി വരും. ഈ കഥ ഇങ്ങനെയല്ലേ അങ്ങനെയല്ലേ എന്നൊന്നും ചിന്തിച്ച് പോകരുത്. ഒരു പക്ക റിലാക്സ് ചെയ്ത് ഒരു സിനിമ കണ്ട് ഇറങ്ങാൻ പറ്റുമ്പം നമ്മൾ കൊടുത്ത പൈസയ്ക്ക് വർത്തായിട്ട് തിരിച്ചിറങ്ങി ഒരു ബിരിയാണിയും കഴിച്ച് വീട്ടിൽ പോവാം. അത്രയ്ക്ക് കിട്ടില്ല പടം.